കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഒപ്പമുണ്ടായിരുന്നല്ലോ അല്ലേ? അവസാനം 23-ാം തീയതി, കഴിഞ്ഞ മാസം 23-ാം തീയതി വന്നു. 24-ന് പുലർച്ചെ ഞാൻ ഇവിടെ എത്തി. അതിനിടയ്ക്ക് 4 ദിവസം വീട്ടിൽ പോയിരുന്നു. ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്നിറങ്ങിയതിന് ശേഷമാണ് ഈ വിവരം അറിഞ്ഞത്, തിരിച്ചു വരുന്നത്. അപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. ബന്ധത്തെപ്പറ്റി ചോദിക്കുന്നില്ല, അത്രയും അടുത്ത ഒരു ബന്ധമാണല്ലോ അല്ലേ? ബന്ധം ഒരു പൊളിറ്റീഷ്യനുമായിട്ടുള്ള ബന്ധമല്ല, അല്ലാത്തൊരു രീതിയിലുള്ളൊരു ഹൃദയബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഏക പൊളിറ്റീഷ്യൻ VS ആണ്. വേറെ എത്രയോ രാഷ്ട്രീയക്കാരോട് നമ്മൾ ഇടപഴകുന്നുണ്ട്. പക്ഷെ അത് ഇതെൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ അമ്മാവനാണ്, ചേട്ടനാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു, അല്ലെങ്കിൽ എൻ്റെ ഒരു മെന്ററാണ്, എൻ്റെ ഒരു സംരക്ഷകനാണ്. ആയിരുന്നു, ശരിക്കും ഒരു സംരക്ഷകനായിരുന്നു. എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. 2001 മുതൽ 2005 വരെ VS നടത്തിയ ഒരു ഫൈറ്റാണല്ലോ മൈക്രോസോഫ്റ്റിന്റെ കേരളത്തിൽ നിന്ന് പുറത്തു പോയത്. അപ്പം അതിനൊക്കെ അതിപ്പോൾ ഞാനല്ല, എൻ്റെ കാര്യം മാത്രമല്ല. ഇപ്പം ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടു, കുഞ്ഞികൃഷ്ണൻ മാഷ്, അങ്ങനെ ഒരുപാട് ആളുകൾ VSന്റെ പരിസ്ഥിതിയുടെ കാര്യത്തിൽ, അതല്ലെങ്കിൽ പിന്നെ സ്ത്രീ പീഡനത്തിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിൻ്റെ കാര്യത്തിൽ, കയ്യേറ്റത്തിൻ്റെ കാര്യത്തിൽ, അഴിമതിയുടെ കാര്യത്തിൽ, അതിനൊക്കെ ഹാൻഡ് പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് ആളുകളെ VS ഇങ്ങനെ റിക്രൂട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ഇവർക്കുണ്ട്, ഇവരും പറയാൻ എന്തോ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ആളുകളാണ്. VSന്റെ ഒരു ടീമായിട്ട് മാറുകയായിരുന്നു. അവർക്ക് പറയാൻ ഒരാൾ വേണം. VS കേൾക്കാൻ തയ്യാറാണ്, പക്ഷെ കേട്ടത് മുഴുവൻ വിശ്വസിക്കുന്നില്ല. VSനെ കൺവിൻസ് ചെയ്യിക്കാൻ നല്ല പ്രയാസമാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് തിരിച്ചും മറിച്ചും ചോദിച്ച് അത്രയും ഉറപ്പായ ശേഷം എല്ലാ രേഖകളും കണ്ടിട്ടാണ് ഒരു കാര്യം കൺവിൻസ്ഡ് ആവുന്നത്. കൺവിൻസ്ഡായി അത് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഹീസ് ഓൺ ഇറ്റ്. പിന്നെ അതിൽ നിന്ന് പുറകിലേക്ക് പോകുന്നൊരു പ്രശ്നമില്ല. അതതിൻ്റെ അവസാനം വരെ. അപ്പോൾ ബാലകൃഷ്ണപിള്ള കേസിലായാലും അതല്ലെങ്കിൽ ഏത് വിഷയത്തിലായാലും. ശരിക്കും ഇപ്പോൾ 2001, 2006 എന്ന് പറയുന്നത് VSന്റെ ഒരു പരുവപ്പെടലായിരുന്നല്ലോ. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായി മാറുകയായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള 5 വർഷവും ഭരണത്തിലിരുന്ന സമയത്തും ഒരു ഫൈറ്റർ തന്നെയല്ലായിരുന്നു, ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വന്ന ഒരു നേതാവായിരുന്നില്ലേ അദ്ദേഹം, മുഖ്യമന്ത്രിയായിട്ട് കൂടി? അത് പലരും പറയുന്ന പോലെ VSന്റെ ഉള്ളിലൊരു പ്രതിപക്ഷം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അത് സ്വന്തം വീട്ടുകാരോടായാലും നാട്ടുകാരോടായാലും പിന്നെ സ്വന്തം പാർട്ടിക്കാരോടായാലും എതിർകക്ഷികളോടായാലും ആ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാ വിഷയങ്ങളോടും, ഒരു ഇവന്റിനോട് ക്രിട്ടിക്കലായിട്ട് സമീപിക്കുക എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി VSനുണ്ടായിരുന്നു. ആ ക്വാളിറ്റിയാണ് ആളുകൾ പ്രതിപക്ഷ നേതാവിന്റെ മനസ്സുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം. അത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഇങ്ങനെ ഒരു നേതാവില്ല ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഗ്യാപ്പാണ്, അത്രയാണ് അല്ലേ? ഗ്യാപ്പാണ്. ഇനി ഇതുപോലൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ കിട്ടുന്നില്ല. നമ്മളിപ്പോൾ കുറേ ആളുകളെ മുഖം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പം ഇല്ല. പക്ഷെ ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവാം. ഇതിന് ശേഷം ഇത് ക്യാരി ഓൺ ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു ടീം ഇനിയും വരാം, ഇനിയും മുന്നോട്ട് പോവാം. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് എമർജ് ചെയ്യുന്ന ലീഡേഴ്സൊക്കെ ഉണ്ടാവാം. ഉള്ളൊരു ലീഡർഷിപ്പിന്റെ കൂടെ ഞാൻ പോവാമെന്ന് ഒരിക്കലും VS വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് വിളിച്ചപ്പോൾ പോയി പണിയൊക്കെ പറയുന്നത്. അല്ലാതെ അതിന് താല്പര്യമില്ല, ഈ പാർട്ടി വിട്ടു പോകാൻ താല്പര്യമില്ല. ഇതിനകത്ത് തന്നെ നിന്ന് ഫൈറ്റ് ചെയ്ത് അതിന്റെ അവസാനം വരെ VS നിന്നു. മരണത്തോടും അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്തു. എത്ര കാലം ഒരു മനുഷ്യന് താങ്ങാവുന്നതിന്റെ അപ്പുറം നിന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ലല്ലോ, ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. ശരിയാണ്, പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് VS ആ കാലത്ത് VSന്റെ തന്നെ ഒരു അന്ന് VSന്റെ വിശ്വസ്തർ എന്നൊക്കെ പറയുമെങ്കിലും അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വിശ്വസ്തരാക്കി എടുക്കുവാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. VSനെ ഓരോ കാര്യത്തിലും കൺവിൻസ് ചെയ്യിക്കാൻ, അദ്ദേഹത്തെ ഇത് കൃത്യമായിട്ട് ഇന്നതാണ് കാര്യം എന്ന് ബോധ്യപ്പെടുത്തിയെടുക്കുവാൻ, അത് വിശ്വസിപ്പിക്കുവാനുള്ള പ്രയാസം കൂടി ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു VS അങ്ങനെയാണ് പരുവപ്പെട്ടു വന്നത്. അദ്ദേഹം ക്രിട്ടിക്കലായിട്ട് ഏത് കാര്യത്തിനെയും വിമർശനാത്മകമായിട്ട് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ശ്രീ ജോസഫ് സി മാത്യു എന്താ പറയുന്നത് എനിക്കും അറിയില്ല. കാരണം ആ ഒരു കാലഘട്ടം ഒരു VSന്റെ ഒരു ടീം എന്ന രീതിയിൽ വർക്ക് ചെയ്തിരുന്നതാണല്ലോ. വളരെ വലിയ വിടവാണ് നമ്മൾ കേരളം മുഴുവൻ അനുഭവിക്കുന്ന ഒരു വിടവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്.
കളക്റ്റീവായിട്ട് അതിനെ നികത്തുക എന്നല്ലാതെ അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് VS ഇങ്ങനെ മൗനിയാണെന്ന് നമുക്കറിയാം. പക്ഷെ അപ്പോഴും ഒരു സാന്നിധ്യം അവിടെ എവിടെയോ നമുക്ക് ഉണർന്നിരിക്കുന്ന ഒരു ക്ഷുഭിതനായ ഒരു ധാർമ്മികനായ ഒരു മനുഷ്യനുണ്ട് എന്നുള്ളൊരു പ്രചോദനമൊക്കെ ഉണ്ടായിരുന്നു. അതില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ വിളിച്ച് മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളെ വിട്ടുപോലെ ഞങ്ങളെ ശബ്ദം ഇടറുന്നേ എന്നൊക്കെ പലരും വിളി സാധാരണ കേൾക്കുന്ന മുദ്രാവാക്യമല്ല. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണെന്നാണ് എനിക്ക്. പക്ഷെ അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അദ്ദേഹം തന്നെ കാണിച്ചതുപോലെ ആ ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. VS ഏറ്റെടുത്ത പല പോരാട്ടങ്ങളിലും ഒപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പലതിലും താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പലരും അനുസ്മരിക്കുന്നത് അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കുക ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ VSന്റെ മൈൻഡിനൊപ്പം നിൽക്കുവാൻ സാധിച്ച ആ ഒരു കാലമുണ്ടല്ലോ. നമ്മൾ അദ്ദേഹത്തിന്റെ പിറകിൽ നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് എന്ന് മാത്രമല്ല, ഒരു 10-25 വർഷം മുമ്പ് നമ്മളവിടെ ചെല്ലുമ്പം നമ്മളെ മോൾഡ് ചെയ്തെടുത്തതും അദ്ദേഹമാണ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അതിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അവസരം, വലിയൊരു ഭാഗ്യം ഒക്കെ ആയിട്ട് കാണും. അതൊക്കെ ആലോചിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അതൊന്നും ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. ശ്രീ ജോസഫ് സി മാത്യു, കേരളത്തിന് അറിയാവുന്ന കാര്യമാണ്. ജോസഫ് സി മാത്യുവും VSും തമ്മിലുള്ള ബന്ധം. അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പല പോരാട്ടങ്ങളുടെയും പിന്നണിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ ജോസഫ് സി മാത്യു. അങ്ങനെ ഒട്ടേറെ പേർ, ഉദ്യോഗസ്ഥ പ്രമുഖരായിരുന്ന പല ആളുകളും ഇവരെല്ലാം എത്തിയിട്ടുണ്ട് ഇവിടെ VSന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ കാണുന്ന ക്യൂ, നമുക്ക് ക്യൂവിന്റെ ഒരു അറ്റം നോക്കാം. ഇപ്പോൾ നേതാക്കളെക്കാൾ കൂടുതൽ ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ കൂടുതലായി എത്തുന്ന കാഴ്ച. ഇതിപ്പോൾ നോർത്ത് ഗേറ്റ്, സെക്കൻഡ് നോർത്ത് ഗേറ്റ്, അവിടെയാണ് ഇപ്പോൾ അവിടുന്ന് കടന്നു വരുന്ന ആളുകളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യൂ വെളിയിലേക്ക് നീങ്ങുന്നു. വെയിലിന് ശക്തി കൂടി വരുന്നു. VSനെ കാണുന്നതിന് വേണ്ടി എത്തുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. അവർ ഒരു ബഹളം കൂട്ടുന്നില്ല, ഒരു ക്ഷമയോടുകൂടി തന്നെ കാത്തു നിൽക്കുകയായിരുന്നു ഓരോരുത്തരും. ഇടയ്ക്ക് ക്യൂ കടത്തിവിടുന്നത് തടയുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ അത് ഒരു സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് സമയത്തേക്ക് തടസ്സപ്പെടുന്നുണ്ട്. അതല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ആളുകൾക്ക് അകത്തേക്ക് കയറി പോകുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പോകുന്നതും. സമരനായകന് വിട, ഈ ബസ്സാണ് KSRTCയുടെ ഈ ബസ്സാണ് വിലാപയാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. മിഥുൻ കൂടി എന്റെ കൂടി ചേരുകയാണ്. മിഥുൻ, ഈ ബസ്സിനും ഒരു ചരിത്രമുണ്ട്. തീർച്ചയായും മനുഷ്യ, അതായത് 2006 മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതാണ്. അതായത് കേരളത്തിലെ ആദ്യ ലോ ഫ്ലോർ ബസ്സുകളിലൊന്നാണിത്. അന്ന് ആ സമയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ആ ബസ്സുകളിലൊന്നാണ്. അന്ന് മാധ്യമപ്രവർത്തകരെയൊക്കെ ഒപ്പമിരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു സിറ്റി റൈഡൊക്കെ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ബസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ തലസ്ഥാനത്തോട് വിട പറയാൻ അദ്ദേഹത്തിന് വിലാപയാത്രയ്ക്ക് ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് ഈ ബസ്സിന് എന്നുള്ളതാണ്.